സൈൻ അതാണ് തന്നെ നമുക്കിപ്പം ഫസ്റ്റ് നമ്മൾ എപ്പോഴും ട്രിഗണോമെട്രിയിൽ ആദ്യമായിട്ട് പഠിക്കുന്ന ബേസിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 1 ആണ്. അതേ കണക്ക് തന്നെ സെറ്റ് എന്ന രീതിക്ക് പഠിക്കുക. അതായത് സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 1. സെറ്റ് കണ്ടോ, അങ്ങനെ ഓർത്ത് വയ്ക്കാം. സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 1. ഓൾസോ കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 1. ഇതിൽ ഫസ്റ്റ് ഇക്വേഷൻ ഇടയ്ക്ക് പ്ലസ് ആയതുകൊണ്ട് ഒരു പ്രോബ്ലംസും ഇല്ല. സെക്കൻഡ് രണ്ട് ഇക്വേഷൻസ് നമുക്ക് അത് രണ്ടും ഇടയ്ക്ക് മൈനസ് ആയതുകൊണ്ട് തന്നെ തിരിച്ചൊന്ന് എഴുതിയാലോ. ടാൻ സ്ക്വയർ തീറ്റ അതായത് ടേംസ് ഒന്ന് തിരിച്ചങ്ങോട്ട് കൂട്ടും. സയൻസ് ഒന്ന് മാറ്റില്ല, ഒന്ന് ടേംസ് അപ്പുറം ഇതിരുന്നെടുത്ത് അതിനിട്ടു ഇതിരുന്നെടുത്ത് ഇവരൊന്ന് ഇന്റർചേഞ്ച് ചെയ്തു. അപ്പോൾ എന്ത് വരും ഉത്തരം? ടാൻ സ്ക്വയർ തീറ്റ മൈനസ് സീക്ക് സ്ക്വയർ തീറ്റ എന്തായിരിക്കും? ദാറ്റ് ഇസ് -1 ആണ്. സിമിലർലി ഇവരെ തിരിച്ചു. അപ്പോൾ എന്ത് വന്നു? കോട്ട് സ്ക്വയർ തീറ്റ മൈനസ് കൊസീക്ക് സ്ക്വയർ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു -1. ഓക്കെ, ഇതിപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്, നമ്മൾ ഓർത്തിരിക്കുക. ഇനി നമുക്കറിയാം സൈനിന്റെ റെസിപ്രോക്കൽ ഫംഗ്ഷൻ അഥവാ സൈനിനെ തിരിച്ചിടുന്ന ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അതായത് കൊസീക്ക്. ഓക്കെ, അതായത് കൊസീക്ക് എന്ന് പറഞ്ഞാൽ സൈനിനെ തിരിച്ചിടുന്ന ഫംഗ്ഷനാണ് കൊസീക്ക്. അതേ കണക്ക് കോസിനെ തിരിച്ചിടുന്ന ഫംഗ്ഷനാണ് സീക്ക്. ടാനിനെ തിരിച്ചിടുന്ന ഫംഗ്ഷനാണ് കോട്ട്. ഇവിടെ നമ്മൾ ഒരു കോ ഫംഗ്ഷൻ എന്നൊരു കൺസെപ്റ്റിലോട്ട് പോകണം. കോ ഫംഗ്ഷൻ എന്ന കൺസെപ്റ്റ് നമ്മൾ മെയിൻലി പറയുന്നത് ടാനിനെ കൊണ്ടേ നമുക്ക് ഒഴിവാക്കാം. കാരണം എന്ന് വെച്ചാൽ ടാനിനെ കൊണ്ട് പ്രത്യേകം എന്താ അറിയാമോ, അവര് ടാനിന്റെ റെസിപ്രോക്കൽ അഥവാ ടാനിനെ തിരിച്ചിടുന്നതാണ് കോട്ട്. അതേ കണക്ക് തന്നെ ടാനിന്റെ കോ ഫംഗ്ഷനും കോട്ട് തന്നെയാണ്. അപ്പോൾ എന്താ പ്രത്യേകത? അവർ തമ്മിൽ എപ്പോഴും ഒരു സെറ്റ് ആയിട്ട് നിൽക്കത്തുള്ളൂ, അവർ മാറത്തില്ല. ടാനും കൂട്ടും. പക്ഷേ സൈനും കോസും അങ്ങനെയല്ല. കാരണം കോ ഫംഗ്ഷൻ യഥാർത്ഥ കൺസെപ്റ്റിലേക്ക് യഥാർത്ഥ മീനിങ് എന്ന് വെച്ചാൽ pair of trigonometric function whose angles add up, then we get 90 degree, so that this angle's value becomes same. Example, look, sin 1 വാല്യൂ എന്താണെന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, sin 30 വാല്യൂ എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് cos 60 വാല്യൂക്ക് തുല്യമായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? ഈ ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് 90 ഡിഗ്രി കിട്ടുന്നുണ്ട്. ഇത്രേ ഉള്ളൂ ഈ കോ ഫംഗ്ഷൻ അർത്ഥം. അപ്പോൾ സൈനിന്റെ കോ ഫംഗ്ഷൻ ആണ് കോസ് എന്ന് വെച്ചാൽ ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി വരുന്നു. അപ്പോൾ ആ ഫംഗ്ഷനുകൾ തമ്മിൽ വാല്യൂ സെയിം ആയിരിക്കും. കോ ഫംഗ്ഷൻ ആണ് കോസ്. ഇനി അപ്പോൾ സൈഡിന്റെ കോ ഫംഗ്ഷൻ ആയി, സൈഡിന്റെ കോ ഫംഗ്ഷൻ ആയി കോസ്. ഇനി അടുത്ത ആരാ? സീക്ക്. കൊസേക്ക് ഇതുപോലെ 30 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് വാല്യൂ കിട്ടും? സീക്ക് 60 വാല്യൂ എടുത്ത് നോക്കുക, അതായിരിക്കും കൊസീക്ക് 30 വാല്യൂ. കാരണം ഇവർ തമ്മിൽ എന്താണ്? കോ ഫംഗ്ഷൻ ആണ്. കാരണം ആംഗിൾസ് ഒന്നും വേണ്ട, കോ ഫംഗ്ഷനുകൾ ഏതൊക്കെയാണ് പരസ്പരം നോക്കിക്കുക. അവർ രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ അവർ ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി വരുന്നുണ്ടെങ്കിൽ ആ രണ്ട് വാല്യൂസും സെയിം ആയിരിക്കും. കോസ് 30 നോക്കി സൈൻ 30 നമ്മൾ വാല്യൂ കണ്ടുപിടിക്കണം. കോസ് 60 നമ്മൾ പ്രത്യേകം വാല്യൂ കണ്ടുപിടിക്കണം. പക്ഷേ അങ്ങനെ വേണ്ട, സൈൻ 30 വാല്യൂ എന്താണോ അത് തന്നെ ആയിരിക്കും കോസ് 60 വാല്യൂ. ബിക്കോസ് ആ രണ്ട് ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 90 ഡിഗ്രി കിട്ടും. ഇനി കോ ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്കിപ്പോൾ സൈൻ സ്ക്വയർ 1 പ്ലസ് സൈൻ സ്ക്വയർ 89 ഇതിന്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം നമ്മൾ പ്രത്യേകം അല്ല നമ്മൾ ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിക്കുക. സൈൻ സ്ക്വയർ 1 വാല്യൂ പ്രത്യേകം കണ്ടുപിടിക്കുക, അഥവാ സൈൻ 1 വാല്യൂ കണ്ടുപിടിക്കുക, സ്ക്വയർ എടുക്കുക. 82 വാല്യൂ പ്രത്യേകം കണ്ടുപിടിക്കുക, സ്ക്വയർ എടുക്കുക, then ആഡപ്പ് ചെയ്യുക. ഇത് നമുക്ക് കുറച്ചുകൂടി സിംപ്ലിഫൈ കോ ഫംഗ്ഷൻ കൺസെപ്റ്റ്. ഇവിടെ കോ ഫംഗ്ഷൻ എന്തുകൊണ്ട് ടാനും കോട്ടും പറഞ്ഞില്ല? ടാനും കോട്ടും ഈ പറഞ്ഞ കൺസെപ്റ്റ് ടാനും കോട്ടിനും തന്നെയും ബാധകമാണ്. ടാൻ 60 വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ട് 30 വാല്യൂ എന്താണോ അതായിരിക്കും തുല്യമായിരിക്കും. അപ്പം ബാക്കി എന്ന് വെച്ചാൽ സൈനിന്റെയും കോസും കൊസീക്ക് സീക്ക് ഇവരൊക്കെ തമ്മിലാണ് കോ ഫംഗ്ഷനിൽ ഒരു കണക്കിരിക്കും. റെസിപ്രോക്കൽ ഫംഗ്ഷൻ വേറെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്കണക്ഷൻ ഉള്ളത് തമ്മിലാണ്. പക്ഷേ ടാനും കോട്ടും ഓൾവേസ് ബിക്കംസ് എ പെയർ. അവരെപ്പോഴും ഒരു പെയറായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ വാല്യൂല് സൈൻ സ്ക്വയർ 1 പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? കോസ് 89 സ്ക്വയർ, അഥവാ ഇത് കോസ് 89 വാല്യൂ തന്നെയല്ലേ ഈ സൈൻ 1 വാല്യൂ. സോ അതുകൊണ്ട് സ്ക്വയർ ഉള്ളതുകൊണ്ട് ടേമിനൽ സ്ക്വയർ. ഇയാളെ ഞാൻ മാറ്റി ഇതായിട്ട് എഴുതി. ദെൻ ഇയാളെ ഞാൻ എന്ത് എഴുതി? 18 ആണെന്ന് എഴുതി. ഇപ്പോൾ എന്ത് ഫോർമാറ്റി കിടക്കുക? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഫോർമാറ്റി കിടക്കുക. സോ വിച്ച് ഈക്വൽ ടു 1. അതായത് ഈ ഇത് ചോദിച്ചപ്പോൾ ഇതിന് ഉത്തരം 1 ആണ്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിച്ച് നമ്മൾ ഒരു ആംഗിളിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കോ ഫംഗ്ഷൻ കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? എന്നിട്ട് നമ്മൾ സാധാരണ നമ്മുടെ റിലേഷൻ യൂസ് ചെയ്ത് നമുക്ക് 1 ഉത്തരം കിട്ടി. ഇത് രണ്ടും സൈനിൽ നിൽക്കുന്ന പോലെ ഈ സെയിം പ്രോപ്പർട്ടി അതായത് ഇപ്പോൾ നമ്മൾ കൂടുതൽ ഇത് എഴുതി, ഞാൻ ഇതിനൊരാളെ റീപ്ലേസ് ചെയ്ത് ഇത് എഴുതി, ദെൻ ആണ് വേണ്ടിലോട്ട്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റെപ്പ് നമ്മൾ എക്സ്ട്രാ വേണ്ടി ഈ സ്റ്റെപ്പിൽ നിന്ന് നമ്മൾ ഇവിടോട്ട് എത്താൻ നമ്മൾ ഈ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എഴുതേണ്ട ഒരു ആവശ്യമാണ് നമുക്ക് വന്നു. അപ്പോൾ ഇത്രയും നമ്മൾ ഓർത്ത് വയ്ക്കുക. സൈനും രണ്ടും സ്ക്വയർ ഫംഗ്ഷൻസ്. ഇപ്പോൾ സൈൻ ആണെങ്കിൽ സൈൻ്റെ ഒരു സ്ക്വയർ, സൈൻ്റെ വേറെ സ്ക്വയർ കിടപ്പുണ്ട്. ആ രണ്ട് ആംഗിൾസ് കൂടെ ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി വരുന്നുണ്ട്. ഇടയ്ക്ക് പ്ലസും ആണെങ്കിൽ വാല്യൂ 1 ആയിരിക്കും. സെയിം കോസിന് നമുക്ക് ഇതേ പ്രോപ്പർട്ടി എന്ന് പറയാം. കാരണം നമുക്ക് കോസ് സ്ക്വയർ 1 പ്ലസ് കോസ് സ്ക്വയർ 89. കോസ് സ്ക്വയർ 1 ഞാൻ റീപ്ലേസ് ചെയ്ത് എഴുതുന്നു, സൈൻ സ്ക്വയർ 89 എന്ന് എഴുതുന്നു. ഇയാൾ പിന്നെ അതുപോലെ എഴുതി കോസ് സ്ക്വയർ 89 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലായി? സൈനിന്റെ അല്ലെങ്കിൽ കോസിന്റെ സ്ക്വയർ ടേംസുകൾ സം ചെയ്യുന്ന രീതിക്ക് കിടക്കുന്നു. അതിനകത്ത് വരുന്ന ആംഗിൾസ് ആഡപ്പ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി വരുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ട, ഉത്തരം ഇസ് 1. ഈ പ്രോപ്പർട്ടി നമ്മൾ കൂടുതലും സൈനിനും കോസിനും പറയുന്നത്. കാരണം എന്താ? നമുക്ക് സൈൻ സ്ക്വയർ 1 പ്ലസ് സൈൻ സ്ക്വയർ 89 വിച്ച് ഈസ് ഈക്വൽ ടു 1. ഇതാണ് ഇവർ രണ്ട് സ്ക്വയർ ടേംസ് ആഡ് ചെയ്തിരിക്കുന്നു. ആംഗിളുകൾ കൂടി നോക്കുമ്പോഴത്തേക്ക് 90 ഡിഗ്രി വരുന്നത് ഓൾവേസ് 1. കോസ് സ്ക്വയർ 1 പ്ലസ് കോസ് സ്ക്വയർ 89 എന്തായിരിക്കും? 1 ആയിരിക്കും. പക്ഷേ ഇതാണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. കാരണം ഇവിടെ എന്താ പ്രത്യേകത? ഇവിടെ രണ്ടും സെയിം ഫംഗ്ഷനിലാണ് നമുക്ക് കാണപ്പെടുന്നത്. നോക്കുമ്പോൾ നമുക്ക് രണ്ടും ഒരേ ഫംഗ്ഷൻ അല്ലേ. പക്ഷേ ഇതേ സെയിം പ്രോപ്പർട്ടി നമ്മൾ ഇനി അങ്ങോട്ട് പറഞ്ഞാൽ സീക്കിനുണ്ട്. നോക്കും, സീക്ക് സ്ക്വയർ 89 മൈനസ് കോട്ട് സ്ക്വയർ 1 ഡിഗ്രി എന്താണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്? ഞാൻ പറയാം റീപ്ലേസ് ചെയ്യാം. ഞാൻ കോട്ടിനെ റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കോട്ടിനെ റീപ്ലേസ് ചെയ്യാം. സീക്ക് സ്ക്വയർ 89 അതുപോലെ എഴുതി. കോട്ട് സ്ക്വയർ 1 പകരം എന്ത് എഴുതാം? നമുക്ക് ടാൻ സ്ക്വയർ 89 ആണെന്ന് എഴുതി കൂടെ. ഇനി എന്താ? സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 1. ഇതുപോലെ നമുക്ക് വേറെ എണ്ണം എഴുതാം. ഇതാണ് നമ്മുടെ ഇത് രണ്ടെണ്ണം നമ്മൾ ഫിക്സ് ആക്കി വെക്കുക. ഇത് നമ്മൾ ജസ്റ്റ് മിസ്സൈനിയസ് ആയിട്ട് പറയുന്നത്. അടുത്തെന്ന് വെച്ചാൽ കൊസീക്ക് സ്ക്വയർ 89 ഡിഗ്രി
മൈനസ് ടാൻ സ്ക്വയർ 1 ഡിഗ്രി എന്താണ് നമ്മൾ ചോദിച്ചു. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? കൊസീക്ക് സ്ക്വയർ 18 ആണെങ്കിൽ അതുപോലെ എഴുതി. ടാൻ സ്ക്വയർ 1 വരെ നമുക്ക് എന്തോ എഴുതാം? കോട്ട് സം 18 ആണെന്ന് എഴുതാം. കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 1. സോ ഇത്രയേ ഉള്ളൂ. സൈനിന്റെ സ്ക്വയർ ടേംസുകൾക്കിടയ്ക്ക്, സൈനിന്റെ കോസിന്റെയും സ്ക്വയർ ടേംസുകൾക്കിടയ്ക്ക് പ്ലസ് അവർ ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി വരുന്നുണ്ടെങ്കിൽ 1. സീക്ക് കോട്ട് അതിനൊക്കെ തന്നെ കൊസീക്ക് ടാൻ ഇവർ തമ്മിലും ഇതേ ഫോർമുല, പക്ഷേ അവർക്കിടയിൽ മൈനസ് ആണെന്ന് നോക്കുക. അതായത് ഈ ഫോർമാറ്റ് നമ്മൾ അതുപോലെ നോക്കി വയ്ക്കാം. ഈ ഫോർമാറ്റ് ദെൻ ഇത് എന്നിട്ട് നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ കുറയ്ക്കും. ഇനി ഇതേ ഫോർമുല തന്നെ വരുന്ന രണ്ട് കേസുകൾ പറയാം. നോക്കും. ടാൻ 1 ഇൻറ്റു ടാൻ 89 എന്താണെന്ന് നമ്മൾ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ടാൻ 1 കണ്ടുപിടിക്കുക, ടാൻ 89 കണ്ടുപിടിക്കുക, മൾട്ടിപ്ലൈ ചെയ്യാം. അതല്ല നമ്മൾ ടാൻ 1 വരെ നമുക്ക് എന്തോ എഴുതാം? കോട്ട് 89 ആണെന്ന് എഴുതി കൂടെ. ഇൻറ്റു ടാൻ 89 ഞാൻ അതുപോലെ എഴുതി. ടാൻ 89 എന്ത് വാല്യൂ വരുന്നു അതിന്റെ അത് തിരിച്ചിട്ടതല്ല ഈ വാല്യൂ. കാരണം ടാൻ റെസിപ്രോക്കലായി കൂടെ കിടക്കുന്നത്. അതായത് ഒരു ഫംഗ്ഷനും അതിന്റെ റെസിപ്രോക്കൽ ഫംഗ്ഷനോട് മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂ ഓൾവേസ് 1 ആയിരിക്കും. അല്ലെങ്കിൽ ഇതിന്റെ വാല്യൂ നമ്മൾ √2 എന്ന് എടുത്താൽ ഇതെന്തായിരിക്കും? 1/√2 ആയിരിക്കും. അത് വെട്ടിപ്പോ, അതായത് 1 എന്ന് വരും. അത് ഒരു റെസിപ്രോക്കൽ ഫംഗ്ഷൻ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂസ് ഓൾവേസ് 1. ഒരു ഫംഗ്ഷനും അതിന്റെ റെസിപ്രോക്കൽ ഫംഗ്ഷനും. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഈ ടാനിന്റെ കേസ്. അതിനകത്ത് കോട്ട് നോക്കും. കോട്ട് 1 ഇൻറ്റു കോട്ട് 89 നമ്മൾ ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതും? കോട്ട് 1 വരെ നമുക്ക് എന്ത് എഴുതാം? ടാൻ 89 ആണെന്ന് എഴുതി കൂടെ. ഇൻറ്റു കോട്ട് 89 ഫംഗ്ഷൻ ഇൻറ്റു അതിന്റെ റെസിപ്രോക്കൽ ഫംഗ്ഷൻ, വാല്യൂസ് ഓൾവേസ് 1. സോ ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇത് രണ്ടുമാണ്. കാരണം ഇവിടെയും നമ്മൾ കാണപ്പെടുന്ന പോലെ ഫംഗ്ഷൻ 2 ടാന, ഇവിടെയും പ്രത്യേകത ഈ രണ്ട് കേസിൽ ഫംഗ്ഷൻ 2, ഇവിടെ 2 കോസ്, ഇവിടെ 2 സൈൻ നിൽക്കുന്നത്. ഇവിടെയാണ് ഡിഫറെന്റ് ഫംഗ്ഷൻസ്. ഇനി ഈ ഫോർമുല അല്ലെങ്കിൽ ഇനി ഇത് ഈ പറഞ്ഞ ഈ മൾട്ടിപ്ലിക്കേഷനിൽ ഇത് പറഞ്ഞ ഇത് ഫോളോ ചെയ്യുന്ന രണ്ട് പേരുണ്ട്. എന്നറിയാം, സീക്ക് 1 ഇൻറ്റു സൈൻ 89 എന്താണെന്ന് നമ്മൾ ചോദിച്ചാൽ സീക്ക് 1 വരെ ഞാൻ എനിക്ക് എന്ത് എഴുതാം? സീക്കിന്റെ കോഫംഗ്ഷൻ കൊസീക്ക് ആണ്. സോ കൊസീക്ക് 89 ഇൻറ്റു സൈൻ 89 എന്ന് എഴുതാം. ഒരു ഫംഗ്ഷനും അതിന്റെ റെസിപ്രോക്കൽ ഫംഗ്ഷനും മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂസ് ഓൾവേസ് 1. ഇനി അതുപോലെ കൊസീക്ക് 1 ഇൻറ്റു കോസ് 89 എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ ഇതിനെ റീപ്ലേസ് ചെയ്ത് എന്തോ എഴുതും? സീക്ക് 89 ഇൻറ്റു കോസ് 89. ഒരു ഫംഗ്ഷൻ അതിന്റെ റെസിപ്രോക്കൽ ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂസ് ഓൾവേസ് 1. സീക്ക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 1 ആണെന്ന് നമുക്കറിയാം. അതേ കണക്ക് തന്നെ കൊസീക്ക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ ഇതും 1 ആണ്. ഈ രണ്ട് ഇക്വേഷനുള്ള പ്രത്യേകത എന്താ? ഈ രണ്ട് ഇക്വേഷൻ കിടക്കുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോർമാറ്റാണ്. അതെന്താ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോർമാറ്റിൽ നമുക്ക് ഇവർ രണ്ടുപേരെ എഴുതാം. അപ്പോൾ ഫസ്റ്റ് ഇതിന്റെ കേസ് എഴുതാം. അത് തന്നെ ആയിരിക്കും ഇതിന് വരുന്നത്. സോ ഇത് നിങ്ങൾ എഴുതാം സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റ ഇൻറ്റു സീക്ക് തീറ്റ മൈനസ് ടാൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 1. അതായത് രണ്ട് വാല്യൂസുകളെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 വരണമെങ്കിൽ ഒന്ന് മറ്റൊന്നിന്റെ റെസിപ്രോക്കൽ ആയിരിക്കണം. അതായത് ഇത് m ആണെങ്കിൽ ഇത് 1/m ആയിരിക്കണം. അഥവാ ഇത് m ആണെങ്കിൽ ഇത് എന്തായിരിക്കണം? 1/m ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ നമുക്ക് തന്നാൽ മറ്റേത് എന്തായിരിക്കും? അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. അതായത് സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു m എന്ന് തന്നാൽ സീക്ക് തീറ്റ മൈനസ് ടാൻ തീറ്റയുടെ വാല്യൂ നമുക്ക് ആരും പറഞ്ഞു തരണ്ട, 1/m എന്ന് എഴുതാം. തിരിച്ചാണ് തരുന്നെങ്കിലോ സീക്ക് തീറ്റ മൈനസ് ടാൻ തീറ്റയുടെ വാല്യൂ നമുക്ക് അറിയാം എന്തെങ്കിലും എക്സ് എന്തെങ്കിലും തന്നു. സോ സീക്ക് തീറ്റ മൈനസ് പ്ലസ് ടാൻ തീറ്റയുടെ വാല്യൂ ഇപ്പോൾ എന്തായിരിക്കും? തിരിച്ചുള്ള റെസിപ്രോക്കൽ. അപ്പോൾ പരസ്പരം റെസിപ്രോക്കൽ ഫംഗ്ഷൻസ് പോലെ ഒരു പ്രവർത്തിക്കും. ഏതാ? ഈ സീക്ക് തീറ്റ പ്ലസ് ടാൻ തീറ്റയും അതിന്റെ ഇടയ്ക്ക് മൈനസ് വരുന്നു. സെയിം റിലേഷൻ തന്നെ ആർക്കും ഉണ്ട്? കൊസീക്ക് തീറ്റയ്ക്കും കോട്ട് തീറ്റയ്ക്കും ഉണ്ട്. ഈ സെയിം റിലേഷൻ തന്നെ നമുക്ക് കൊസീക്ക് തീറ്റയ്ക്ക് എഴുതാം. എങ്ങനെയാ? കൊസീക്ക് തീറ്റ പ്ലസ് കോട്ട് തീറ്റ m എന്ന് തന്നാൽ കൊസീക്ക് തീറ്റ മൈനസ് കോട്ട് തീറ്റ എന്തെന്ന് എഴുതാം? 1/m എന്ന് എഴുതാം. അതുപോലെ കൊസീക്ക് തീറ്റ മൈനസ് കോട്ട് തീറ്റ ആണ് നമുക്ക് വാല്യൂ തരുന്നെങ്കിലോ, ഒരു ടി എന്നൊരു വാല്യൂ കിട്ടിയെങ്കിലോ കൊസീക്ക് തീറ്റ പ്ലസ് കോട്ട് തീറ്റയുടെ വാല്യൂ നമുക്ക് പറഞ്ഞു തരേണ്ട 1/t ആയിരിക്കും. കുറച്ച് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ഉണ്ട്. അതായത് പൈതഗോറിയൻ ട്രിപ്ലെറ്റ് വാല്യൂസ് ഉണ്ട്. നമ്മൾ ഓർത്ത് വയ്ക്കുക. അതായത് ട്രയാങ്കിളിൽ ഈ രണ്ട് വാല്യൂസ് വന്നു കഴിഞ്ഞാൽ, അതായത് ഒന്നുമില്ല, ഈ രണ്ട് വാല്യൂസ് വന്നാൽ ഉറപ്പായിട്ടും കർണം അഥവാ ഹൈപ്പോട്ടനസ് ഇതായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ട്. കാരണം അവർക്കെല്ലാം എന്താ ഒരു പർട്ടിക്കുലർ വാല്യൂ അല്ലെങ്കിൽ മിക്കപ്പോൾ റൂട്ടായിരിക്കും വരാറ്. കറക്റ്റ് വാല്യൂ വരുന്നത് ഇപ്പോൾ നമുക്ക് 3 4 3 എന്തോ ഇപ്പോൾ എതിർവശവും സമീപവശവും അതായത് ഓപ്പോസിറ്റ് വെഡ്ജസിന്റെ തിരിഞ്ഞു മാറി വരും. അതിപ്പോൾ നമ്മുടെ ഡിപ്പെൻഡിംഗ് ഫാക്ടർ 3 4 എന്തെങ്കിലും മാറി ഹൈപ്പോട്ടനസ് ഉറപ്പായിട്ടും വെച്ചായിരിക്കും. അത് കണക്ക് 5 12 ബാക്കിയുള്ളത് ഹൈപ്പോട്ടനസ് ഒഴിച്ച് കാരണം വെച്ച് ബാക്കി 2 5 12 മാർക്ക് അങ്ങനെ ഒരു വാല്യൂസ് കിടക്കുകയാണെങ്കിൽ 13 ആയിരിക്കും ഹൈപ്പോട്ടനസ് അതാ കാരണം. സിമിലർലി 7 24 വന്നാൽ കാരണം 25 ആയിരിക്കും. 8 15 ആണ് വരുന്നെങ്കിൽ കാരണം എത്ര ആയിരിക്കും? 17 ആയിരിക്കും. ദിസ് ഇസ് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ്. സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ 7/13 തന്നിട്ടുണ്ട്. അപ്പോൾ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റയുടെ വാല്യൂ എന്താണ്? ഇപ്പോൾ യൂസ് ചെയ്യുന്ന പൈതഗോറിയൻ ട്രിപ്ലെറ്റ് തന്നെയാണ്. അതായത് പാദവും ലംബവും എന്തോ വരുന്നു. അതായത് തിരിച്ച് വരാം 12 ഇവിടെ 5 ഇവിടെ 12 തിരിച്ച് ഇത് രണ്ട് ഇന്റർചേഞ്ചബിൾ ആണ്. അപ്പോൾ കർണം ഉറപ്പായിട്ട് 13 ആയിരിക്കും. കർണം രണ്ടിടത്തും 13. നമുക്കറിയാം ഇവിടെ നമുക്ക് 7 വരണം. അതായത് പോസിറ്റീവ് വാല്യൂ വരണമെങ്കിൽ എന്ത് വേണം? ഇവിടെ 12 ഇവിടെ 5. സോ എതിർവശം 12 സമീപവശം 5 ആയിരിക്കണം. സോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7/13 കിട്ടും. സോ അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്ത് മനസ്സിലായി? ഒരു ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. അതിന്റെ എതിർവശം 12 ആണ്, സമീപവശം 5 ആണ്, 13 ആണ്. സോ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ? സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റയാണ്. സൈൻ തീറ്റ എന്താ? എതിർവശം ബൈ കർണം, അതായത് ഇത് പ്ലസ് 5/13 ഈക്വൽ ടു എന്ത് വരും? 17/13 എന്ന് വരും. ഓക്കെ, ഇതാണ് ഇങ്ങനെ നമുക്ക് ചെയ്യാം. പക്ഷെ അല്ല നമുക്ക് ഐഡന്റിറ്റി യൂസ് ചെയ്യാം. അതെന്താന്ന് വെച്ചാൽ അതിന്റെ ഡെറിവേഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് എ സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി സൈൻ തീറ്റ. അതായത് നേരത്തെ സൈനിന്റെ കൂടെ നിന്ന് കോഎഫിഷ്യന്റ് എ ആയിരുന്നു, കോസിന്റെ കൂടെ നിന്നാണ് ബി. ഇപ്പം ബി ആരുടെ കൂടെ നിൽക്കുകയാണ്? സൈൻ്റെ കൂടെ നിൽക്കുകയാണ്. കോഎഫിഷ്യന്റ് മാത്രമേ ഇവിടെ എന്താ ചെയ്തത്? കോഎഫിഷ്യന്റ് ഇന്റർചേഞ്ച് ചെയ്തു. അതായത് നമുക്ക് ബി സൈൻ തീറ്റ മൈനസ് എ കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ. ഈ രണ്ട് ടേംസിനുള്ള പ്രശ്നം എന്തുവാ? വ്യത്യാസം എന്തുവാ? കോഎഫിഷ്യൻസ് ഓഫ് സൈൻ ആൻഡ് കോസ് ആർ സ്വാപ്ഡ് ആൻഡ് ദ സൈൻ ബിറ്റ്വീൻ ദം ചേഞ്ച്ഡ്.
ബിക്കോസ് അവരുടെ ഇവിടുത്തെ കോയിഫിഷ്യന്റ് സ്വാപ്പ് ആയി. അതുകൊണ്ട് തന്നെ സൈൻസ് ബിറ്റ്വീൻ തം ഇന്റർചേഞ്ച് ആയി. ഓക്കെ, ഒരു സൈനുകൾ തമ്മിലുള്ള സൈനുകൾ മാറുകയും ചെയ്തു. ഇതിന്റെ വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ഡു എ ഡെറിവേഷൻ. ഇതെന്താ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ. സോ നമുക്ക് ഇവിടെ നിന്ന് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ മാത്രമേ എഴുതുള്ളൂ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. ഇതെന്ത് വരും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab പ്ലസ് 2ab മൈനസ് 2b ക്യാൻസൽ ആയി പോയി. എ സ്ക്വയർ പ്ലസ് ഇവിടുത്തെ എ എന്ന് വെച്ചാൽ ഇതാണ്. സോ അതുകൊണ്ട് തന്നെ എയുടെ സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഇതൊരു ബിയുടെ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. ഇവിടെ ഇതാണ്. സോ അതുകൊണ്ട് തന്നെ ബിയുടെ സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് പ്ലസ് എയുടെ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. ഇവിടെയും ഒരു എ സ്ക്വയർ കോമൺ ഉണ്ട്. ഇവിടെ ഒരു എ സ്ക്വയർ കോമൺ. എ സ്ക്വയർ കോമൺ എടുത്താൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. ഇവിടെയും ഒരു ബി സ്ക്വയർ ഉണ്ട്, രണ്ട് തമ്മിൽ കോമൺ ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. ഇത് 1 അല്ലേ. സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് ഇതിന്റെ ഉത്തരം. അതായത് ഇങ്ങനെ ഒരു ഫോർമാറ്റ് തന്നിട്ട് ഇവിടെ കോയിഫിഷ്യന്റ് 1 ആണ് തന്നിരുന്നെങ്കിൽ ഇതിന്റെ ഉത്തരം 2 എന്ന് വരും. അതായത് ഇപ്പം എയും ബിയുടെ സ്ഥാനത്ത് 1 ആയിരുന്നെങ്കിൽ അതെങ്ങനെ നടക്കും? ഈക്വൽ ടു എന്തായിരിക്കും? 2 ആയിരിക്കും. ബൈ യൂസിംഗ് ദിസ് ഈ ഒരു ഫോർമുല തന്നെയാണ് ഇവിടെ വരുന്നത്. കാരണം ഇവിടുത്തെ കോയിഫിഷ്യന്റ് എയും ബിയും 1 ആണ്. സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 2 1 സ്ക്വയർ ഇങ്ങനെയാണ് വന്നത്. സോ ഇപ്പം ഞാൻ ഇതായിട്ട് ഒന്നുകൂടെ എഴുതിയാൽ എ സൈൻ തീറ്റ പ്ലസ് ബി കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് ബി സൈൻ തീറ്റ മൈനസ് എ കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു അല്ലേ നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടിയത്. ഇതിന്റെ വാല്യൂ എനിക്കറിയാം. ഞാനിപ്പോൾ എം ആണെന്ന് എടുക്കുകയാണ്. പ്ലസ് ബി സൈൻ തീറ്റ മൈനസ് എ കോസ് സ്ക്വയർ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇതിന്റെ വാല്യൂ എന്ത് വരും? ബി സൈൻ തീറ്റ മൈനസ് എ കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എം എന്ന് വരും. ഇതിന്റെ സ്ക്വയർ ആണ്. സോ ഈ വാല്യൂ എന്ത് വരും? ബി സൈൻ തീറ്റ മൈനസ് എ കോസ് തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ഇവിടെ പ്ലസ് ഓർ മൈനസ് ഇടാതിരിക്കാം, പ്ലസ് എടുത്താൽ മതി. സോ ഇത് അപ്പൊ ഇതിനർത്ഥം എന്താ? ഇപ്പൊ ഞാൻ ഇതെം എടുത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇനി ഇതാണ് ഞാൻ എടുത്തതെങ്കിൽ ഇതിന്റെ ഫോർമുല തന്നെ ഇത് ഒന്നുമില്ല. ഈ രണ്ട് കാര്യങ്ങളും ഏതൊരു ഒരെണ്ണം അറിയാമെങ്കിൽ മെറ്റലിന്റെ വാല്യൂ ഈ ഫോർമുല ഉപയോഗിച്ചാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എം. അപ്പൊ നമുക്ക് ഈ ഒരു ക്വസ്റ്റൻ അനുസരിച്ച് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സൈൻ സ്ക്വയർ തീറ്റ മൈനസ് കോസ് സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 7/13. അതായത് സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 7/13 തന്നിട്ടുണ്ട്. നമ്മൾ ചോദിക്കുന്നത് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ എന്താണെന്ന്. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എം. എയും ബിയും 1 ആണ്, ബിയും 1 ആണ്. സോ 2 മൈനസ് 7/13 എം സ്ക്വയർ വരും. സോ ഇസ് ഈക്വൽ ടു എം സ്ക്വയർ. ഇതെല്ലാം സ്ക്വയർ ഉണ്ട്. സോ ഇവിടെ എം സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ 2 മൈനസ് 169 എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു 17/13. സെയിം 17/13 നമ്മൾ എത്തും. കോസ് ഫംഗ്ഷൻസിന്റെ കോയിഫിഷ്യന്റുകൾ എന്ത് ചെയ്യുന്നു? സ്വാപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവർക്കുള്ള സൈൻ ചേഞ്ച് ചെയ്ത് കിടക്കുന്നു. അപ്പോഴാണ് നമ്മൾ ഈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എം സ്ക്വയർ ചെയ്യുന്നത്. ഓക്കെ, എല്ലാ സ്ക്വയർ ഉണ്ട് എല്ലാ ടേംസിനും. സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എം സ്ക്വയർ നമ്മൾ അങ്ങനെ. ഇനി ഒരു കേസ് നോക്ക്. കോയിഫിഷ്യന്റുകൾ അതായത് എ കോയിഫിഷ്യന്റ് ബി കോയിഫിഷ്യന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാതെ കോയിഫിഷ്യന്റുകൾ രണ്ടും സെയിം ആവുന്ന കേസ്. എക്സാമ്പിൾ ഇപ്പം 2 സൈൻ തീറ്റ പ്ലസ് 2 കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 സൈൻ തീറ്റ മൈനസ് 2 കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇത് നമ്മൾ എന്താ ചെയ്യും? നമുക്ക് ഇത് വെച്ചാൽ ചെയ്യാം. എന്ത് ചെയ്യാം? ഇതിൻ്റെ ഉത്തരം എന്ത് വരും? റൂട്ട് ഓഫ് 2 സ്ക്വയർ 8 മൈനസ് ഇതിൻ്റെ ഒരാളുടെ വാല്യൂ നമുക്ക് വേണം. ഇതിപ്പം ഒരാളുടെ വാല്യൂ പോലും തരാതെ തന്നെ നമുക്ക് ഇതിന് ഒരാളുടെ വാല്യൂ നമുക്ക് അത് വെച്ച് കണ്ടുപിടിക്കും. പക്ഷേ ഇതിപ്പോൾ ഒരാളുടെ വാല്യൂ പോലും കണ്ടുപിടിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനെ ഞാൻ എ, ഇതിനെ ഞാൻ ബി എന്നിട്ട് ഇത് ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പ്ലസ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഫോർമുല എന്തുവാ? 2 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഞാൻ 2 എഴുതി. എ സ്ക്വയർ ഇവിടെ എന്താ? 2 സൈൻ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ 4 സൈൻ തീറ്റയുടെ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് അവിടെ ആണെങ്കിൽ 4 കോസ് സ്ക്വയർ തീറ്റ. 4 കൂടി കോമൺ എടുത്തു. അപ്പോൾ എന്ത് വരും? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. ഇതിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. സോ 8. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വാല്യൂ കിട്ടി.